നമസ്കാരം. പാണ്ടിമണിന് ഇരുന്നാലും നാശം ചത്താലും നാശം എന്നൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലിന് സമാനമായിരുന്നു പിണറായി സർക്കാരിൻ്റെ അവസ്ഥ. ഭരണത്തിലിരിക്കുമ്പോഴും പോയ പോക്കിലും രക്ഷയില്ല. മൂന്നാമതും വരാനായി കാണിച്ചുകൂട്ടിയ അഭ്യാസങ്ങളും ഉഡായിപ്പുകളും എന്തെല്ലാമായിരുന്നു. അത്തരത്തിലൊന്നായിരുന്നു വയനാട്ടിലെ തുരങ്കപ്പാത. അമ്മായിയപ്പനും മർമോനും കൂടി മിനുസമുള്ള മേലങ്കിയൊക്കെ അണിഞ്ഞ് തൊപ്പിയൊക്കെ വെച്ച് അവിടെ പോയി 2 തുരങ്കത്തിനാണ് കിഴുത്തയിട്ടത്. ഇരട്ടച്ചങ്കനാകുമ്പോൾ ഒറ്റയ്ക്ക് ഇഴുത്ത പോരാ, 2 ദ്വാരം വേണം. പിണറായിക്ക് വെടിപൊട്ടിക്കാൻ പരുവത്തിന് എല്ലാം സജ്ജമാക്കിയിരുന്നു. 200 അടി അകലെ വെച്ച് സ്വിച്ച് അമർത്തി പാറ പൊട്ടിച്ച് ഉദ്ഘാടനം ചെയ്തു. അതോടെ അന്തങ്ങളും കമ്മികളും ആർപ്പുവിളി തുടങ്ങി. വികസനം തുരങ്കത്തിലൂടെ വരുന്നേ എന്നായിരുന്നു കൂക്കി വിളിക്കൽ. അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു ദുരന്തം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞോ? സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ അശാസ്ത്രീയമായി വലിയൊരു മല ചെത്തിയെടുക്കുകയായിരുന്നു അവിടെ. ആ മൺകുരുതിയിൽ 3 പ്രാണനാണ് പൊലിഞ്ഞു പോയത്. നിരവധി പേർക്ക് പരിക്കേറ്റു. തുരങ്കത്തിനായി എടുത്ത മണ്ണ് നീക്കാതെ വൻതോതിൽ കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായത്. ഇപ്പോൾ കമ്മി പ്രൊഫൈലുകൾ പറയുന്നത് പിണറായി വിജയൻ തുടങ്ങിവെച്ച മഹത്തായ വികസന പരിപാടിയായിരുന്നു അതെന്നും കേന്ദ്രത്തിൻ്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് തുരങ്കം നിർമ്മിച്ചത് എന്നുമായിരുന്നു. എന്നാൽ സത്യം എന്താണ്? അനുമതി നൽകിയപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെച്ച 60 ഇന ഉപാധികളാണ് അവഗണിക്കപ്പെട്ടതെന്നാണ് ഇപ്പോഴത്തെ സൂചന. തുരങ്ക നിർമ്മാണം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമായിരിക്കാമെന്ന് ആശങ്ക രേഖപ്പെടുത്തിയ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർമ്മാണത്തിൽ കർശനമായി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പദ്ധതിക്ക് 2ാം ഘട്ട പരിസ്ഥിതി അനുമതി നൽകിയത് അങ്ങനെയാണ്. പ്രദേശത്ത് പാറ പൊട്ടിക്കുന്നതും മണ്ണ് കൈകാര്യം ചെയ്യുന്നതും കർശനമായ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ വിശദീകരണം കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോകുന്നതിന് മുമ്പ് കുറേ കൂടി കുളം തോണ്ടണമെന്ന വാശിയോടെയും തിരിച്ചു വരാനുള്ള വ്യഗ്രതയോടെയും സംസ്ഥാന സർക്കാർ തുടർച്ചയായി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. പ്രദേശത്തെ പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്ത് കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്ന് കേന്ദ്രം സൂചിപ്പിച്ചിരുന്നെങ്കിലും നിർമ്മാണമടക്കം കരാറായി കാത്തിരുന്ന പദ്ധതിക്ക് പിണറായി സർക്കാർ ഉടൻ തുടക്കമിടുകയായിരുന്നു. എന്നാൽ തുരങ്കപാതയ്ക്ക് അനുമതി കിട്ടാൻ പിണറായി സർക്കാർ നൽകിയത് തെറ്റായ റിപ്പോർട്ടായിരുന്നു. പദ്ധതി പ്രദേശം പരിസ്ഥിതി ദുർബല മേഖലയിൽ പെടുന്നില്ലെന്നും സംരക്ഷിത മേഖല അല്ലെന്നും പൊതുമരാമത്ത് വകുപ്പ് 2022 മെയ്യിൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്ത് വനാവകാശ നിയമം ബാധകമല്ലെന്നും നഷ്ടപരിഹാരം നൽകേണ്ട ഭൂമി ഈ പദ്ധതി പ്രദേശത്തില്ലെന്നും പൊതുമരാമത്തിൻ്റെ എഞ്ചിനീയറും റിപ്പോർട്ട് നൽകി. എന്നാൽ തുരങ്കപാത കടന്നു പോകുന്നതിൽ വയനാട്ടിലെ വെള്ളിമന വില്ലേജും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വില്ലേജും പരിസ്ഥിതി ദുർബല മേഖലയിൽപ്പെടുന്ന പ്രദേശങ്ങളാണ്. മണ്ണിടിച്ചിലുണ്ടായ കള്ളാടിയിലെ തുരങ്കമുഖത്ത് നിന്ന് കുത്തുമല ദുരന്തഭൂമിയിലേക്ക് വെറും 800 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. വയനാട്ടിലെ അരണമല ആദിവാസി ഊരിലെ 27 കാട്ടുനായ്ക്ക കുടുംബങ്ങൾ തുരങ്കമുഖത്തോട് ചേർന്നാണ് താമസിക്കുന്നത്. ഏതാണ്ട് 32ഓളം ആദിവാസി ഊരുകളാണ് ഈ തുരങ്കപ്പാതയ്ക്ക് സമീപത്തായി കഴിയുന്നത്. ഈ വിവരങ്ങളെല്ലാം സർക്കാർ മറച്ചുവെച്ചതായിട്ടാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. 1960 മുതൽ ഈ പ്രദേശം ഉരുൾപൊട്ടൽ മേഖലയാണ്. ശരിക്കും പിണറായി വിജയൻ സംഭാവന ചെയ്തിട്ട് പോയ മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തിനായിരുന്നു പഠനങ്ങൾ നടത്താതെ ഇത്ര തിടുക്കപ്പെട്ട് തുരങ്കപ്പാത ഉണ്ടാക്കാൻ പിണറായി വിജയൻ വാശി പിടിച്ചത്? അന്ന് പ്രതിപക്ഷ നേതാവ് ശക്തിയുക്തം ഈ വാദമുഖങ്ങൾ അവതരിപ്പിച്ചതാണ്. പിണറായി വിജയൻ നവകേരളത്തിനായി 2 ദ്വാരമിട്ടതിൻ്റെ കുശുമ്പാണെന്നാണ് അന്ന് കമ്മികൾ പറഞ്ഞു നടന്നത്. ഇതുപോലെയായിരുന്നു നാട് മുഴുവൻ മഞ്ഞക്കുറ്റി നാട്ടി കേരയിൽ ഉണ്ടാക്കാൻ വന്നത്. പുള്ളിക്ക് പഠനമോ പാരിസ്ഥിതിക ആഘാതമോ ഒന്നും വിഷയമല്ല. ഏതെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് കുറേ കോടികൾ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിൽ 3/4 പങ്കും സ്വന്തമാക്കണം. ഒരർത്ഥത്തിൽ പോയ സർക്കാർ വിളിച്ചു വരുത്തിയ വലിയ ദുരന്തം തന്നെയായിരുന്നു ഇത്. തുരങ്കപ്പാത പോലെയുള്ള വലിയ നിർമ്മാണങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി ആഘാതം സംബന്ധിച്ച ശാസ്ത്രീയ മുന്നറിയിപ്പുകൾ അധികൃതർ എത്രത്തോളം ഗൗരവത്തോടെ എടുത്തു എന്ന ചോദ്യവും ഇപ്പോൾ പ്രസക്തമാകുന്നു. എത്രയും വേഗം പാത നിർമ്മാണം തുടങ്ങാനായി ദുർബലമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട സംസ്ഥാനതല പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിച്ചെടുത്തു. അതുകൊണ്ടെന്താ ഇത്രയൊക്കെ പണി ഒപ്പിച്ചിട്ട് പോയ അമ്മായിയപ്പനും മർമോനും വല്ല കുഴപ്പവും സംഭവിച്ചോ? പാവങ്ങളുടെ ജീവിതമാണ് അവിടെയും ബലി കൊടുക്കപ്പെട്ടത്. സത്യത്തിൽ അവിടെ കൂട്ടിയിട്ട മണ്ണ് മാത്രമല്ല, മലയുടെ മുകളിലുള്ള ഭാഗം മരങ്ങൾ സഹിതം താഴോട്ട് വരികയായിരുന്നു. യാതൊരു ലക്കും ലഗാനും വെളിവും വെള്ളിയാഴ്ചയുമില്ലാതെ യാതൊരു പഠനവും നടത്താതെ കേവലം 4 വോട്ടിന് വേണ്ടി തുരങ്കം മാന്താൻ പോയതിൻ്റെ മഹാദുരന്തമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എന്തൊരു പാച്ചിലായിരുന്നു പിണറായി വിജയൻ്റെ സർക്കാർ. മന്ത്രിമാർ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു ഉദ്ഘാടനത്തിനായി. വീണ ജോർജ് പണിതീരാത്ത പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് രസം.
ഒടുവിൽ അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടനം നടത്തി നെടുവീർപ്പിട്ടു. ഇപ്പോൾ പഴയ കള്ളുമന്ത്രി എം പി രാജേഷ് പറയുന്നത് ബെക്കാഡിയെ വിളിക്കുന്നതിൻ്റെ അത്ര ശുഷ്കാന്തി മണ്ണു മാറ്റാൻ കാണിച്ചില്ല എന്നാണ്. LDF സർക്കാരിൻ്റെ കാലത്ത് കൂട്ടിയിട്ട മണ്ണായിരുന്നു അത്. അപ്പോൾ മുക്കാൽ പങ്ക് ഉത്തരവാദിത്വവും പിണറായിക്കുള്ളതാണ്. ബാക്കി കാൽഭാഗം നമുക്ക് സതീശന് കൊടുക്കാം. 2018 അശാസ്ത്രീയമായി ഡാം തുറന്നുവിട്ട് എത്രയോ മനുഷ്യരുടെ ജീവിതം കവർന്നവന്മാരാണ് ഈ ടീംസ്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ തടസ്സങ്ങൾ നീക്കാതെ കരിമണൽ ലോബിയെ സംരക്ഷിക്കാൻ ചെയ്ത പണികളെപ്പറ്റി തെരഞ്ഞെടുപ്പ് കാലത്ത് കെ കൃഷ്ണൻകുട്ടിയുടെ നാവിൽ നിന്നും വന്നത് നമ്മൾ കേട്ടതാണ്. മനുഷ്യരുടെ ജീവനോ സ്വത്തോ പ്രകൃതിയോ ഒന്നും ഇവർക്ക് ബാധകമല്ല. ഇപ്പോൾ കമ്മികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പിണറായി വിജയനെ സംഘടിതമായി ആക്രമിക്കുന്നേ എന്നാണ്. അത്തരക്കാരോട് ചോദിക്കാനൊന്നേ ഉള്ളൂ. വയനാട് അതിലോല പരിസ്ഥിതി പ്രദേശമാണ്. അവിടെ ഈ തുരങ്കപ്പാത നിർമ്മിക്കാൻ പറ്റ പ്രകൃതിയല്ല, മണ്ണല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും കോടികൾ കമ്മീഷൻ പറ്റാൻ വേണ്ടി ജനങ്ങളെ കുരുതി കൊടുക്കുകയായിരുന്നില്ലേ പിണറായി സർക്കാർ ചെയ്തത്? മനുഷ്യനെ ഒരു തരത്തിലും എങ്ങും ജീവിക്കാൻ വിടില്ലെന്ന് പ്രതിജ്ഞ എടുത്തവരായിരുന്നു ജനശത്രുക്കളായി മാറിയ ആ സർക്കാർ. ഈ തുരങ്കപ്പാതയ്ക്കെതിരെ സംസാരിക്കുന്നവരെ പറ്റിയെല്ലാം ഇപ്പോൾ കമ്മികൾ കളിയാക്കുന്നത് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്തരം ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ വിട്ടുകളഞ്ഞേക്കൂ. എന്നാൽ മാധവ് ഗാഡ്ഗിൽ എന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞനെ നിങ്ങൾ മറന്നേക്കരുത്. പിണറായി വിജയൻ ബാക്കി വെച്ചിട്ട് പോയ ദുരന്തങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPMകാരുടെ മറ്റൊരു ചർച്ചാ വിഷയം പിണറായി വിജയൻ വാടകയ്ക്ക് എടുത്തിട്ടിരുന്ന ഹെലികോപ്റ്ററിനെ പറ്റിയാണ്. ആ ഹെലികോപ്റ്ററിൽ 2 മന്ത്രിമാർ വയനാടിന് പോയതിനെ പറ്റിയാണ് ആക്ഷേപം. കണ്ടോടാ, ഞങ്ങളുടെ പിണറായി എടുത്തിട്ടിരുന്ന ഹെലികോപ്റ്റർ ഉപകാരപ്പെട്ടില്ലേ എന്നാണ് ചോദ്യം. ഈ നാടിൻ്റെ ഖജനാവ് കുറച്ചൊന്നുമല്ല അത് തിന്നു തീർത്തത്. അന്ന് പിണറായി അത് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ മന്ത്രിമാർ ഓട്ടോറിക്ഷ പിടിച്ച് പോകേണ്ടി വന്നേനെ. കാരണം ഈ ഹെലികോപ്റ്ററിൻ്റെ ഒരൊറ്റ പീസേ രാജ്യത്തുള്ളൂ. പിണറായി വിജയൻ അത് നേരത്തെ സ്വന്തമാക്കിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു.